അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ റബ്ബ് പരിശുദ്ധമായ ഈ റമദാനിൽ അവൻ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് നമ്മുടെ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉറ്റവരുടയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊത്ത് സന്തോഷിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിൽ ഒരു മാറ്റവും ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളും ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. പൊതുവേയുള്ള ജീവിതത്തിൻ്റെ ഈ ഒഴുക്ക്, ഇങ്ങനെ പോകുന്ന ഗതിയിൽ ഒന്ന് മാറ്റിത്തിരുത്തലുകളൊക്കെ വരുത്തി ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി പുതിയ നിലക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ എപ്പോഴെങ്കിലും, ഏത് ദോഷം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അവരൊരാഗ്രഹം വരുമെന്നാണ്. എന്തിന്? അവൻ്റെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി നല്ലൊരു ജീവിതം പുതുതായി നയിക്കണമെന്ന്. ഈ ഒരു അവസരം മുഅ്മിനീങ്ങളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണെന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വ്യക്തിക്ക് ഇത് വലിയ നിഅമത്താണെങ്കിൽ അല്ലാഹു അതിനേക്കാൾ വലിയ സന്തോഷവാനാണ്. ലല്ലാഹു അശദ്ദു ഫറഹൻ ബി തൗബത്തി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്ന ഒരടിമ തെറ്റുപറ്റിപ്പോയി, ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നത് അല്ലാഹുവിലേക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കുല്ലു ബിനി ആദം ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ എന്നാണല്ലോ. ഏറ്റവും നല്ല തെറ്റ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ആ തെറ്റിൽ ഖേദിച്ചു മടങ്ങുന്ന ആളുകളാണെന്നാണ്. എത്രത്തോളം അല്ലാഹുവിന് സന്തോഷം ഉണ്ടാകുമെന്നാണ് ഹബീബായ റസൂൽ പറയുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെത്തുകയും നിങ്ങളുടെ ഭക്ഷണവും പാനീയവും മറ്റു യാത്രാ സാമഗ്രികളൊക്കെ നിറച്ചു വെച്ച ആ വാഹനപ്പുറത്ത് കെട്ടിവെച്ച് നിങ്ങൾ ആ വാഹനത്തിൻ്റെ ചാരെ കടന്നുറങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ വാഹനം കാണാനില്ല. അതായത് നിങ്ങൾ ഏകനായി യാത്ര ചെയ്യുകയാണ്, അടുത്തൊന്നും സഹായത്തിന് മറ്റാരുമില്ല. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളുടെ അടുത്തു നിന്ന് നിങ്ങളുടെ വാഹനം ഓടിപ്പോയി. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നിങ്ങളുടെ എല്ലാ ആശ്രയവും ആ വാഹനത്തിന് പുറത്താണ്. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടായിക്കൊണ്ട് അവരൊരു മരച്ചുവട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങുകയും അങ്ങനെ ഉറങ്ങിയിട്ട് ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഒരുപക്ഷെ ഞാൻ ഈ മരുഭൂമിയിൽ കടന്ന് എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള വല്ലാത്ത ആ ഒരു നിരാശയിൽ കടന്ന് അവനവിടെ മയങ്ങി ഉറങ്ങിപ്പോയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കൺമുന്നിൽ അവൻ്റെ വാഹനം അവൻ്റെ എല്ലാ സജ്ജീകരണങ്ങളുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയും ഇല്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ എല്ലാ വാതിലുകളും അടയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹത്തിനൊത്തൊരു വാതിൽ തുറന്നു തരുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനേക്കാൾ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമയുടെ വിഷയത്തിൽ ഉണ്ടാകും. ഇത് ആലങ്കാരികമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രത്തോളം ഇഷ്ടമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമ തന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നത് എന്നാണ്. ഖുൽ യാ ഇബാദി, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കി, യാ ഇബാദി, എൻ്റെ ദാസരെ. അല്ലാഹു ഇബാദ്, അടിമകൾ എന്ന് വിളിക്കുന്നത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയാണ് അല്ലാഹു എൻ്റെ അടിമകൾ എന്ന് വിളിക്കുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ അടിമയാവുക എന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ യാ ഇബാദി എന്നോ അല്ലെങ്കിൽ അബ്ദി എന്നോ അതൊക്കെ പ്രയോഗങ്ങൾ പ്രയോഗിച്ചതൊക്കെ അല്ലാഹു ഏറ്റവും വിലപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലാണെന്ന് കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇസ്രാ മിഅ്റാജ് യാത്ര പോയ സമയത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ബി നബിയിഹി എന്ന് പറഞ്ഞില്ല, ബി റസൂലിഹി എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രയോഗങ്ങൾ ഹബീബായ റസൂലിനെ കുറിച്ച് പ്രയോഗിക്കാമായിരുന്നു, അതൊന്നും പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞത് ബി അബ്ദിഹി, തന്റെ ദാസനയുമായിട്ട് അല്ലാഹു തആല സ്വർഗാരോഹണം നടത്തി അല്ലെങ്കിൽ വാനാരോഹണം നടത്തി എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് സൂചിപ്പിച്ചു തരുമ്പോൾ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്ന ആ ഒരു
നേട്ടം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടിമകളെ, എങ്ങനത്തെ അടിമകൾ, അല്ലദീ അസ്റഫു അലാ അൻഫുസിഹിം, തൻ്റെ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തൊട്ട് ഒരിക്കലും നിങ്ങൾ ആശ മുറിയരുത്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട, ഒരിക്കലും ആശ മുറിയുന്നവരായി നമ്മൾ മാറരുത്. ഇനി ഒരു വഴിയുമില്ല, ഇനി ഒന്നും നടക്കൂല. ഒരു രോഗിയാണെന്ന് വിചാരിക്കുക, ഇനി എൻ്റെ എല്ലാ പ്രതീക്ഷയുടെയും വാതിലുകൾ അടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ തൊട്ട് ആശ മുറിയുന്നവരായി നിങ്ങൾ മാറരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. അള്ളാഹു ഏത് വിധേനയാണ് നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് തരുന്നതെന്ന് പറയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറും റഹീമുമാണ്. എല്ലാ പാപങ്ങളും, നമ്മൾക്ക് നിരവധി കഥകൾ അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാകും. 99 ആളെ കൊന്നു വന്ന ഒരാള് ഒരു പണ്ഡിതനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊലപാതകം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇനി മടക്കമുണ്ടോ, എനിക്കിനി പുതിയൊരു ജീവിതം നയിക്കാൻ, എൻ്റെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് എനിക്ക് പുതിയൊരു ജീവിതം നയിക്കാൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 99 നിന്ന് ഈ ഇല്ല എന്ന് പറഞ്ഞ ആളെ കൂടി കൊന്ന് 100 തികച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ അയാളും തൗബ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്നാണ്. പരിശുദ്ധ ഹദീസുകളിൽ നമുക്കൊരു രസകരമായിരിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയുന്നതാണ്. അതായത് ഒരാൾ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ കൊന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരാളെ, നിരപരാധിയായ ഒരാളെ കൊന്നു. അങ്ങനെ കൊന്നിട്ട് ആ കൊലപാതകം ചെയ്ത ആൾ പിന്നീട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹു അയാളുടെ തൗബ സ്വീകരിച്ച് രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രസകരമായ ചില സംഭവങ്ങൾ ഹദീസുകളുടെ ഗ്രന്ഥത്തിൽ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് മഹാനായിരിക്കുന്ന വഹ്ഷി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയും, മഹാനായിരിക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ അതിനിഷ്ഠൂരമായി ഉഹദ് യുദ്ധത്തിൽ കൊലപാതകം ചെയ്തുവല്ലോ, കൊലപ്പെടുത്തിയല്ലോ. അതിനുശേഷം മഹാനവർകൾ തൗബ ചെയ്ത് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന് പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച് ഉണ്ട്. അവർ രണ്ടുപേരും സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ ഒരുപാട് അസ്റാറുകൾ നിറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ ഏത് വിധേനയായാലും നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശ മുറിയരുത്. അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴി നമുക്ക് തുറന്നു തരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മഹത്തുക്കൾ ഹബീബായ റസൂലിന്റെ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരു ഗുഹയിൽ 3 ആളുകൾ കുടുങ്ങിപ്പോയ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവര് ഒരു യാത്ര പോവുകയായിരുന്നു. അവരൊരു ഗുഹന്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചു. പക്ഷേ സാഹചര്യവശാൽ, അബദ്ധവശാൽ ആ ഗുഹയുടെ വായ്ഭാഗം, ഗുഹയിലേക്ക് കയറുന്ന ഭാഗം വലിയൊരു പാറക്കല്ല് വന്നിട്ട് അത് മൂടിയിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ നന്മകൾ നമ്മൾ ചെയ്തത് വെച്ചുകൊണ്ട് നമ്മൾ പടച്ചവനോട് നമുക്ക് ദുആ ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമായിരിക്കും. അങ്ങനെ ഓരോരുത്തർ അവർ ചെയ്ത നന്മകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരാൾ ചെയ്തത് പറയുന്നുണ്ട്. അയാളൊരു ഇബ്നത്തു അമ്മ്, അദ്ദേഹത്തിന്റെ ഒരു പിതൃവ്യന്റെ മകൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ നന്നായി ഇഷ്ടമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അവളെ പ്രാപിക്കാൻ, അവളെ സ്വന്തമാക്കാൻ എല്ലാ വഴിയും ഇയാൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ഗുഹയിൽ വെച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഓർക്കുകയാണ്, അങ്ങനെ ഞാൻ എല്ലാ നിലക്കുമുള്ള വഴികളും തിരഞ്ഞു. അവസാനം ഒരു സന്ദർഭം എനിക്ക് ഒത്തുകിട്ടി. അങ്ങനെ അവളെ എൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ എനിക്ക് സാധിക്കുന്ന ഒരു രീതിയിൽ ഞാൻ അവളെ പ്രാപിക്കാൻ നിൽക്കുന്ന ആ ഒരു അടുത്ത സെക്കൻഡിൽ അവൾ പറഞ്ഞു, ഇത്തഖില്ല. ഒറ്റ വാക്ക് പറഞ്ഞു, ഇത്തഖില്ല, ഏ മനുഷ്യ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ. ഈ ഒരു പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം ആ ഒരു വാക്കിന്റെ ഗാംഭീര്യം, അതാണ് ചില സമയത്ത് ചില ആളുകളുടെ ചെറിയൊരു വാക്കായിരിക്കും, പക്ഷേ അത് മനസ്സിൽ ആഴത്തിൽ തറയുന്നതാണ്. മഹാനവറുകൾ പറയാണ്, ആ പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി, ഇത്തഖില്ല, നീ അള്ളാനെ പേടിക്കണം കേട്ടോ എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞിരുന്ന, എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്ന ആ ആഗ്രഹം സഫലീകരിക്കാതെ ആ അള്ളാഹുവിനെ പേടിക്കൂ എന്ന ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞുപോയി, ഞാൻ ഓടിപ്പോയി പടച്ചോനെ. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു എന്നാണ്, ഞാൻ ആ ചെയ്തത് നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, നിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ്, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങിയതാണ് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ പടച്ചോനെ ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയും അവർക്ക് അതിനുള്ള മാർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുകയും ചെയ്ത ചരിത്രം. അപ്പൊ നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഏത് ആവശ്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പോഴും ഒരു നന്മ ചെയ്തു, നമുക്ക്
വാഴ നടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ സംഭാവനകൾ എഴുതി ദ്വാർപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഉറപ്പിച്ചൂടെ? ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ദ്വാർപ്പിക്കുമ്പോൾ, നമ്മളൊരു സൽക്കർമ്മം ചെയ്ത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, പരിപൂർണമായിട്ട് ഒഴുകി നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ നന്മ. അപ്പൊ നമുക്കൊരു തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിനുള്ള സന്ദർഭം ഒത്തിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നന്മയാണ്. ആ നന്മയെ മുൻനിർത്തി അദ്ദേഹം ദുആ ചെയ്തപ്പോഴാണ് അവർ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. ഈ ഗുഹയിൽ കടന്ന് ഞങ്ങൾ പട്ടിണി കടന്ന് മരിച്ചു പോകും എന്ന് ചിന്തിക്കുമായിരുന്ന ആ പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ രീതിയിലൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ പൂർവ്വസൂരികളായ ആളുകളൊക്കെ അവരൊക്കെ വലിയ തെറ്റുകൾ ചെയ്താലും, ഏത് തെറ്റ് ചെയ്താലും അതിനൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ തെറ്റിനെ തൊട്ട് അത് മറച്ചു വെക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെയ്ത തിന്മകൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക എന്നത് അതിനേക്കാൾ വലിയ ബാധകമായിട്ടാണ് മഹാന്മാർ പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരോട് പറയാനും പ്രചരിപ്പിക്കാനും ഉതകുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോയ തെറ്റിനെ അർഹതപ്പെട്ട ആളുകളുടെ മുമ്പിൽ മാത്രം, അതായത് അല്ലാഹുവിന്റെ അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മൾ ആരോടാണോ അത് ഡീൽ ചെയ്യേണ്ടത് അവരോട് മാത്രം ഡീൽ ചെയ്തുകൊണ്ട് തെറ്റുകൾ പരമാവധി പരസ്യപ്പെടുത്താതെ അത് പരിഹരിക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാകണം. മഹാനായിരിക്കുന്ന മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അദ്ദേഹം വ്യഭിചരിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. റസൂലേ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ അങ്ങാടി കൂടെ പറയില്ല, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്ന് പറഞ്ഞു, റസൂലേ, എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി, നിങ്ങൾ എനിക്ക് പുറത്തു തരാൻ എനിക്ക് എന്നെ ശുദ്ധീകരിക്കുക റസൂലേ ഫതഹിർനി. റസൂലുള്ളാഹി അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല എങ്ങനെയെങ്കിലും. കാരണം തെറ്റ് പരമാവധി അദ്ദേഹം പറയാതിരുന്നു കഴിഞ്ഞാൽ ആ ശിക്ഷ നടപ്പാക്കേണ്ടതില്ലല്ലോ. കാരണം കഠിനമായ ശിക്ഷയാണ് മുഹ്സനീങ്ങളായ, അതായത് വിവാഹിതരായ ആളുകൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ ഇസ്ലാമിന്റെ ശിക്ഷ റജ്മാണല്ലോ. അപ്പൊ അത് കഠിനകഠോരമായ ശിക്ഷ ആയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ്. പിന്നെയും അദ്ദേഹം വന്ന് പറഞ്ഞില്ല, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് പാപഭാരവുമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ എന്ത് ശിക്ഷ നേടിയാലും തൗബയുടെ ഏത് കാഠിന്യമുള്ള തൗബയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തിന്മകൾ സംഭവിക്കും. ആ തിന്മകൾ സംഭവിക്കുമ്പോൾ ഇനി എനിക്കൊരു മടക്കൽ, ഞാനിനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മരിക്കണ വരെ, ഇനി എനിക്ക് ഒരു നല്ലൊരു മുഗ്മിനായിട്ടോ ഹൃദയശുദ്ധിയുള്ളവരായിട്ടാണ് ജീവിക്കാൻ കഴിയില്ല, എങ്ങനെയൊക്കെ പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാതെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാതെ നല്ലവരായി മാറാനും തൗബയിലേക്ക് മടങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹത്തുക്കൾ പറയാണ് 4 അടയാളങ്ങൾ തൗബയുടേതുണ്ട്. ഒന്ന് നിബന്ധനകൾ, ഒന്ന് ആഴത്തിലുള്ള സങ്കടം. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തു പോയ ആ പാപത്തിൽ ആഴത്തിലുള്ള സങ്കടം നമുക്ക് വേണം. രണ്ടാമതായി ഇനി ഒരിക്കലും ഞാനിത് ചെയ്യില്ല എന്ന ദൃഢപ്രതിജ്ഞ വേണം. ഒന്ന് ചെയ്തു പോയതിൽ അതിയായ സങ്കടം. 2 ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് സംഭവിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ. 3 ശിഷ്ടകാലം ആ തെറ്റിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്നും. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ഹക്കിടപാടുകളുമായി ബന്ധപ്പെട്ട തൗബ. അങ്ങനെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരാൾക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്, അത് ഞാൻ പടച്ചവനോട് തൗബ ചെയ്തുകൊണ്ട് ആ ഹക്ക് വീടില്ല. മറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒരു ഹക്കിടപാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൗബ ആ വ്യക്തിയുമായി കണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ തൗബ ചെയ്ത് വീട്ടണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം അത് എടുത്തു പറയാനുള്ള, മയ്യത്തൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കിടപാടുകളുമായി ബന്ധപ്പെട്ട തൗബ എന്ന് പറഞ്ഞാൽ അവരെ കണ്ട് തന്നെ അത് തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ പശ്ചാത്തപിച്ച് അവരിലേക്ക് മടങ്ങുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിന്റെയും നരകമോചനത്തിന്റെയും അഫുവിന്റെയും ഒക്കെ ദിനരാത്രികളാണ്. പരമാവധി അത് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്ത് പരിശുദ്ധമായ ഒരുപാട് റമദാനുകൾ നമ്മുടെ ആയുസ്സിൽ സൗഭാഗ്യത്തിൽ ലഭിക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.